മുസ്ലിം ലീഗ് മന്ത്രിമാരെ പരിഗണിക്കുമ്പോൾ എംഎൽഎമാരെല്ലാം കഴിവും പ്രാപ്തിയുമുള്ളവരാണ്. ജില്ലകൾക്ക് പ്രാതിനിധ്യം നൽകി മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ തന്നെ യോഗ്യതയുള്ള പല എംഎൽഎമാർക്കും അവസരം ലഭിക്കാതെ പോകും. മുസ്ലിം ലീഗിന് ലഭിച്ചേക്കാവുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ യോഗ്യനാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനവും നേതൃത്വപാഠവും തെളിയിച്ച കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ ആബിദ് ഹുസൈൻ തങ്ങൾ. മുസ്ലിം ലീഗിൽ നിന്നും വിജയിച്ച് നിയമസഭയിൽ എത്തിയിരിക്കുന്നത് മികച്ച എംഎൽഎമാർ. ഒരു ഡസനിലേറെ എംഎൽഎമാർ മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവർ. മുസ്ലിം ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ജില്ലകൾക്ക് പ്രാതിനിധ്യം നോക്കുന്നത് കഴിവുള്ള പല എംഎൽഎമാർക്കും അവസരം നഷ്ടമാവും. മലപ്പുറം ജില്ലയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.എം. ഷാജി, പി.കെ. ബഷീർ എന്നിവരെ പരിഗണിച്ചാൽ പിന്നെ മറിച്ചൊന്നും പറയാനാവില്ല. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ എംഎൽഎമാർക്ക് അവസരങ്ങൾ നൽകേണ്ടി വരും. പാലക്കാട് ജില്ല നോക്കുമ്പോൾ എൻ ഷംസുദ്ദീനെ പരിഗണിക്കേണ്ടി വരും. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് ലഭിച്ചാൽ കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്ന് സംസ്ഥാനത്തെ മൂന്നാമത്തെ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ഏറ്റവും യോഗ്യനായ എംഎൽഎയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കഴിവുള്ള ഒരാൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഗുണകരമാകും. പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്നും ഏറെ വ്യത്യാസപ്പെട്ടതാണ് ദേശീയ വിദ്യാഭ്യാസ നയം പ്രായോഗികവൽക്കരിക്കുക എന്നത്. ഫറൂഖ് കോളേജിൽ സോഷ്യോളജി HOD ആയിരുന്ന ആബിദ് ഹുസൈൻ തങ്ങൾ 2016 വിരമിച്ചത്. നിയമസഭയിൽ എഡ്യൂക്കേഷൻ സബ് കമ്മിറ്റി അംഗമായിരുന്നു. ഭരണഘടനാ ട്രാൻസ്ലേഷൻ മെമ്പറായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായും പ്രവർത്തിച്ചു. കേരള എഡ്യൂക്കേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചത് കെ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് അനുകൂല ഘടകമാണ്. എന്നാൽ മുസ്ലിം ലീഗ് ആരെയും മന്ത്രിയായി തീരുമാനിച്ചിട്ടില്ല. വകുപ്പുകളും നിശ്ചയിച്ചിട്ടില്ല. മന്ത്രിയെ പാർട്ടി നേതൃത്വം തീരുമാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥികളെ പാർട്ടി ഏൽപ്പിച്ചത്. അത് വിജയകരമായി കെ ആബിദ് ഹുസൈൻ തങ്ങൾ അടക്കമുള്ളവർ നിറവേറ്റി. മന്ത്രിയാകുക എന്നതൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങൾ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം കൃത്യമായി നമ്മൾ നിർവഹിച്ചു. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രസിഡന്റ് എടുക്കുന്ന ഒരു നിലപാടിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് ഞങ്ങളുടെയൊക്കെ കർത്തവ്യം. അതിനനുസരിച്ച് തീരുമാനമാകുമ്പോൾ ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ഘട്ടങ്ങളിൽ ചർച്ചയിൽ വന്നിരുന്നു ആബിദ് ഹുസൈൻ തങ്ങളുടെ പേര്. പിന്നെ വലിയൊരു ഭൂരിപക്ഷത്തോടെ വിജയിച്ച ശേഷം 22 എംഎൽഎമാരാണ് മുസ്ലിം ലീഗുള്ളത്. അതിൽ 4-മോ 5-മോ ഒക്കെ ആളുകൾ പരിഗണിക്കേണ്ട ഒരാളാണ്, ഒരു പ്രമുഖനായ ഒരാളാണ്. അങ്ങനെ എന്തെങ്കിലും പരിഗണന കിട്ടിയോ? അങ്ങനെയൊന്നുമില്ല. അത് പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പാർട്ടി ആലോചിച്ചിട്ടുമില്ല. ആ ഒരു രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമായിരിക്കും. നിയമസഭാ സാമാജികനായി ഒരുപക്ഷെ ഇത് ആബിദ് ഹുസൈൻ തങ്ങളുടെ അവസാന ടേം ആയിരിക്കും. നിയമസഭാ സാമാജികനായി ഒരുപക്ഷെ ഇത് ആബിദ് ഹുസൈൻ തങ്ങളുടെ അവസാന ടേം ആയിരിക്കാം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കൈക്കൊള്ളുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കുന്ന നിലപാടാണ് പാർട്ടിക്ക് കീഴിൽ വിജയിച്ചു വന്ന എംഎൽഎമാരെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.